ഓ മൈ ഗോഡ്, ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. നമുക്ക് ഒരുമിച്ച് അൺബോക്സ് ചെയ്യാം. ഞാൻ സ്വഭാവമേ ഇല്ല, ഇത് കുറച്ച് സാറ്റിസ്ഫാക്ഷൻ തരുന്ന സാധനമാണ്. ജോലിക്ക് കയറുമ്പോൾ നമുക്ക് ചെലവുകൾ കൂടും, നമ്മൾ പ്രാരാബ്ധരാകും, എന്തായാലും പണിയെടുത്ത കടം ഉണ്ടാകും. അപ്പൊ കുറച്ച് കൂടിയെന്നേ ഉള്ളൂ. ദൈവം നമുക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്, നമുക്ക് പണിയെടുത്ത് വീട്ടാവുന്നതേ ഉള്ളൂ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. വേറൊന്നുമല്ല, ഒരു ചെറിയ കുടുക്കയാണ്. ഞങ്ങളുടെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുടുക്കയിൽ പൈസ കൂട്ടുന്ന സ്വഭാവം എനിക്കുമുണ്ട്, അനിയത്തിക്കുമുണ്ട്. കുറേ വർഷങ്ങൾ കൂട്ടുമായിരുന്നു. പിന്നെ നമ്മൾ ജോലിക്ക് കയറി കഴിഞ്ഞിട്ട് പിന്നെ ആ സ്വഭാവമേ ഇല്ല. കാരണം നമുക്ക് ജോലിക്ക് കയറുമ്പോൾ നമുക്ക് ചിലവുകൾ കൂടും, പിന്നെ നമ്മൾ പ്രാരാബ്ധരാകും. അതുകൊണ്ട് ജോലിക്ക് കയറിയതിന് ശേഷം അതുപോലെ ഒന്നും ഉണ്ടായിട്ടില്ല. കുടിക്കൽ പൈസ കൂട്ടുന്ന സ്വഭാവം ഉണ്ടായിട്ടില്ല. സത്യത്തിൽ അതൊരു നല്ലൊരു സ്വഭാവമാണ്. ഇവിടെ നമ്മൾ കൂട്ടി വെച്ച പൈസ പൊട്ടിക്കുമ്പോൾ നമുക്കറിയാം നമ്മളിടുന്ന പൈസയാണെന്ന്, പക്ഷെ അത് ലാസ്റ്റ് പൊട്ടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഒക്കെ വേറൊരു ഫീലാണ്. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ജസ്റ്റ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൈൻഡ് ഓഫ് കുടുക്ക ഞാൻ കണ്ടു. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്താ പറയുക, വുഡിൽ ചെയ്യാനുള്ള സാധനമാണ്. നമുക്ക് 10 തൊട്ട് 500 വരെ എഴുതിയിട്ടുള്ള കോളംസ് ഉണ്ടാകും. നമ്മളിപ്പോൾ ഒരു 100 രൂപ അതിൻ്റെ ഉള്ളിൽ ഇടുവാണെങ്കിൽ ആ 100 രൂപ എന്നുള്ളൊരു കോളം നമ്മളിങ്ങനെ സ്കെച്ച് കൊണ്ട് മാർക്ക് ചെയ്യും. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്തു. പല പേജിൽ ഞാൻ കണ്ടു. നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു സാധനം സെർച്ച് ചെയ്താൽ പിന്നെ നമുക്ക് അതിൻ്റെ ആൾ തന്നെ വന്നുകൊണ്ടിരിക്കും. ഈ ഒരു സെയിം സാധനം തന്നെ പല പേജിലും പല റേറ്റാണ്. ഞാൻ അന്വേഷിച്ചതിൽ ഒരു 700 രൂപ തൊട്ട് 2000 രൂപ വരെ കണ്ടതുണ്ടായിരുന്നു. അതിൽ ഒരു പേജിൻ്റെ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതിനകത്ത് ഫോട്ടോ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഫോട്ടോ കൊടുത്തില്ല, പകരം ഈ വർഷം എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് എൻ്റെ ഗോൾസ്, എൻ്റെ ഡ്രീംസ്, അതൊക്കെ വെച്ചിട്ട് ഞാൻ സ്വന്തമായിട്ട് തന്നെ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതാണ് അവർക്ക് അയച്ചു കൊടുത്തത്. എനിക്കറിയില്ല അതെങ്ങനെ വരുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാനിത് ഓർഡർ ചെയ്യുന്നത് ജാനുവരിയിലാണ്. അപ്പോൾ ഈ വർഷം തുടങ്ങുമല്ലേ, അപ്പോൾ ഈ വർഷം തുടങ്ങുമ്പോൾ തന്നെ ഒരു നല്ലൊരു ശീലവും കൂടി തുടങ്ങുക എന്ന രീതിയിൽ ഓർഡർ ചെയ്ത് ഒരു നെക്സ്റ്റ് വീക്കൊക്കെ എനിക്ക് ഇതിൻ്റെ അപ്ഡേഷൻ വാട്സാപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. പ്രോസസ്സിങ് ആണ്, കുറച്ച് ടൈം എടുക്കും, കാരണം അവർക്ക് ബൾക്ക് ഓർഡേഴ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പ്രോസസ്സിങ്ങിൻ്റെ വീഡിയോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ കിട്ടുമെന്ന് വിചാരിച്ചു. അങ്ങനെ ജനുവരിയിൽ ഓർഡർ ചെയ്ത സാധനം ഫെബ്രുവരി ആയിട്ടും എനിക്ക് കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞ് ആ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള അപ്ഡേഷൻ പിന്നെ എനിക്ക് കിട്ടിയിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ ഈ കാര്യം മറന്നേ പോയി. പിന്നെ ഒരു ദിവസം ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഞാൻ ഒരു സാധനം ഇങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വെച്ചിട്ട് ഇവരെ ഞാൻ കോണ്ടാക്ട് ചെയ്ത് ഇവർക്ക് ഞാൻ മെയിൽ അയച്ചപ്പോഴേക്കും എനിക്ക് ഇവർ തിരിച്ചൊരു ലിങ്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ ഓർഡർ ID വെച്ചിട്ട് സെർച്ച് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ സെർച്ച് ചെയ്തപ്പോഴേക്കും എനിക്ക് അതിനകത്ത് കാണിച്ച ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 28 ടു മാർച്ച് 5 കിട്ടുമെന്നായിരുന്നു. ഞാൻ സെർച്ച് ചെയ്യുന്നത് 4-ാം തീയതിയാണ്. അപ്പോൾ പിറ്റേ ദിവസം എനിക്ക് കിട്ടുമല്ലോ എന്നും പറഞ്ഞിരുന്നു. അങ്ങനെ 5-ാം തീയതി കഴിഞ്ഞു, 6-ാം തീയതി കഴിഞ്ഞു, എനിക്ക് സാധനം പിന്നെ കിട്ടിയില്ല. എന്നില്ല, പിന്നെ ഇവർക്ക് പിന്നെയും കോണ്ടാക്ട് ചെയ്തപ്പോഴേക്കും എന്നോട് അവർ ഓർഡർ ID ചോദിച്ചു. അപ്പം ഞാൻ എൻ്റെ ഓർഡർ ID അയച്ചു കൊടുത്ത് പിറ്റേ ദിവസം തൊട്ട് എനിക്ക് അപ്ഡേഷൻ വന്നു തുടങ്ങി, ഷിപ്പ് ചെയ്തെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തന്നെ ഞാൻ ദൈവം ഇത് ഇപ്പോഴാണോ അവർ ചെയ്യുന്നത്. ഞാൻ ജനുവരിയിൽ ഓർഡർ ചെയ്ത സാധനം മാർച്ച് ഒരു 6-ാം തീയതി ഒക്കെ ആയപ്പോഴാണ് അവർ ഷിപ്പിംഗ് എന്നും പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയക്കണത്. പിന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഗൈസ് സാധനം എൻ്റെ കൈ കിട്ടി. ഇത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാനുള്ള ഒരു ത്വര നിങ്ങളെ പോലെ തന്നെ എനിക്കുണ്ട്. ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു ഡിസൈനാണ്. അതെങ്ങനെ വന്നെന്നുള്ളതും എന്താ പറയുക എനിക്കറിയാൻ പാടില്ല. പിന്നെ ഞാൻ ഓർഡർ ചെയ്ത സാധനം തന്നെ ആണോ വന്നിട്ടുള്ളതൊന്നും അറിയാൻ പാടില്ല. സോ നമുക്കിത് അൺബോക്സ് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് അൺബോക്സ് ചെയ്യാം. ഞാനിത് ഒരു ഷോർട്സ് ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചത്. എന്നിട്ട് ഞാനിത് വീഡിയോ ആക്കിയത് ലൈക്ക് എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് എന്താ പറയുക ഒരാൾക്കെങ്കിലും കുടുക്ക മേടിക്കുക, അല്ലെങ്കിൽ കുടുക്കയിൽ പൈസ കൂട്ടണം എന്നുള്ള ഒരു വിചാരം വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതൊരു വീഡിയോ ആക്കിയത്. സോ ലെറ്റ്സ് അൺബോക്സ് ടുഗദർ. ഇതിപ്പോൾ ഞാൻ വീട്ടിലില്ലാത്ത സമയത്താണ് ഈ സാധനം ഡെലിവർ ആയിരുന്നുണ്ട്. ഞാൻ അമ്മച്ചിനെ പ്രത്യേകം വിളിച്ച് പറഞ്ഞു, അമ്മ പൊട്ടിക്കരുത്, എനിക്ക് അത് വീഡിയോ എടുക്കാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്മച്ചി പൊട്ടിക്കാനത്. അല്ലെങ്കിൽ സാധനം എല്ലാം പൊട്ടിച്ച് നോക്കാറില്ല. എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ
എന്നെ പോലെ തന്നെ അമ്മച്ചിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആണ് എന്താണ് വന്നതെന്ന് അറിയാം. അമ്മച്ചി ആദ്യം നോക്കുന്നത് വളരെ ഡ്രസ്സ് വേണമെന്നാ. ഡ്രസ്സൊക്കെ അതേപോലെ മേടിച്ചു കൂട്ടും ഞങ്ങൾ. നോക്കാം നമുക്ക്. ഓ മൈ ഗോഡ്, ഞാൻ കൊടുത്ത അതേ സെയിം സാധനം തന്നെ. ഇതാണ് സംഭവം. ഞാൻ പൊട്ടിച്ചുതരാം. സാധാരണ ഇത് മാറ്റിയിട്ട് ഇത് പൊട്ടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പൊട്ടിച്ചാൽ കഴിക്കാൻ. ഇത് കുറച്ച് സാറ്റിസ്ഫാക്ഷൻ തരുന്ന സാധനമാണ്. ഇതാണ് ഞാൻ ഡിസൈൻ ചെയ്തത്. ഇതിനകത്ത് ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ ഡ്രീംസും ഉണ്ട്. ഇതെൻ്റെ ഒരു വ്ളോഗ്, ഞാൻ വ്ളോഗ് ചെയ്യാവുന്ന രീതിയിൽ ഞാൻ ഡിസൈൻ ചെയ്തതാണ്. പിന്നെ എവറിത്തിങ്, പാസ്പോർട്ട്, പിന്നെന്താ ഫ്ലൈറ്റ്, പിന്നെ നമ്മുടെ ഹോട്ട് എയർ ബലൂൺ എല്ലാം ഞാൻ തന്നെ ഡിസൈൻ ചെയ്തതാണ്. പക്ഷെ ഇതിനകത്തുനിന്ന് ഒരു ഡിസൈൻ മിസ്സായിട്ടുണ്ട് ഗൈസ്. അത് കുറച്ച് താഴെയായിരുന്നു ഞാൻ ആ ഡിസൈൻ കൊടുത്തത്. പക്ഷെ അത് പോയി, കുഴപ്പമില്ല, ഞാൻ അത്ര ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞാൻ ചെയ്ത പോലെ തന്നെ ഓ ഗോഡ് സൂപ്പർ ആയിട്ടുണ്ട്, എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇവിടെയാണ് എത്ര രൂപയാണ് ഇടുന്നത് അത് മാർക്ക് ചെയ്യാനുള്ളത്. എൻ്റെ പേരുണ്ട്. അപ്പോൾ അതിനകത്ത് 4 ഓപ്ഷൻ ഉണ്ടായിരുന്നു: 10,000 രൂപ, 25,000 രൂപ, 50,000 രൂപ, 1,00,000 രൂപ. ഞാൻ 50,000 രൂപയുടെയാണ് ചൂസ് ചെയ്തത്. അപ്പോൾ ഈ എൻഡ് ഓഫ് ദി ഇയറിൽ എന്താ പറയുക, 50,000 രൂപ സേവ് ചെയ്യാം. മിനിമം 50,000 രൂപ ഇതിനകത്ത് സേവ് ചെയ്യാം. മാക്സിമം എത്ര വേണമെങ്കിലും നമുക്കിടാം. ഇത് ഫില്ലാകണ വരെ നമുക്ക് ഇടാമല്ലോ. അപ്പം ഞാൻ എന്താ വിചാരിച്ചത്, ഇതിനകത്ത് എൻ്റെ പേരൊക്കെ ഉണ്ട്, യു ഗോ ഗേൾ എന്നാണ് കൊടുത്തേക്കാം. എന്നിട്ട് എൻ്റെ യൂട്യൂബ് നെയിം കൊടുത്തിട്ടുണ്ട്, മൈസെൽഫ് പ്രിയ എന്നും പറഞ്ഞിട്ട്. ഇത് ഞാൻ എന്താ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നത് വെച്ചാൽ 50,000 രൂപ എന്തായാലും ഞാൻ ഇതിനകത്ത് ഫില്ല് ചെയ്യും. എനിക്ക് മാക്സിമം ഒരു 1 lakh വരെ ചെയ്യാം എന്നൊരു തിങ്ക് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്താ വെച്ചാൽ, ഇപ്പം ഞാനൊരു 200 രൂപ ഇടുവാണെങ്കിൽ 200 രൂപ ഇട്ടിട്ട് ഞാനിത് ഒരു സൈഡിലേക്ക് മാത്രം മാർക്ക് ചെയ്തിടും. അപ്പോൾ ആദ്യം പൈസ ഇടുമ്പോൾ വൺ സൈഡ് മാത്രം. ഇപ്പോൾ ലെഫ്റ്റിലേക്കാണ് വരക്കണമെങ്കിൽ എല്ലാം ലെഫ്റ്റിലോട്ട് വരക്കും. അത് ഒരിക്കൽ ഫില്ലാകുമല്ലോ. ഒരിക്കൽ ഫില്ലാകുമ്പോൾ ഇതിനകത്ത് 50,000 രൂപ ഫില്ലായിട്ടുണ്ട്. പിന്നെ എന്താ വിചാരിച്ചാൽ അത് പൊട്ടിക്കാതെ തന്നെ ഇയർ അവസാനം മുമ്പേ അടുത്ത പൈസ ഇടുവാണെങ്കിൽ പിന്നെ എല്ലാം റൈറ്റിലേക്ക് മാർക്ക് ചെയ്യാമെന്ന്. ഫുൾ ഇൻറ്റു മാർക്ക് വരുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് 1,00,000 രൂപ ആയിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അത് നല്ലൊരു ഐഡിയ അല്ലേ? നിങ്ങൾക്ക് വിചാരിച്ചിട്ടുണ്ടാവും നല്ലൊരു ഐഡിയ ആണെന്നുള്ളത്. കാരണം എല്ലാ വീഡിയോസിലും വൺ സൈഡ് മാത്രം കട്ട് ചെയ്യണമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ 1,00,000 രൂപയുടെ മേടിക്കണ്ട, 50,000 മേടിച്ചിട്ട് 1,00,000 രൂപ ഫില്ലാക്കാം അങ്ങനെ വിചാരിച്ചു. ഇത് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ കൊടുത്ത അതേ ഡിസൈൻ തന്നെ. ഇവിടെ കൂടിയാണ് നമ്മൾ നോട്ട്സ് ഇടുന്നത്. നമുക്ക് ഞാൻ ചുരുട്ടി ഇടാം, മടക്കിയിടാം. ഇത് നൈസാണ്, ഇതെനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട്. ഐശ്വര്യമായിട്ട് ഇതിനകത്ത് പൈസ ഇടാം. ഞാനിപ്പോൾ ഒരു 100 രൂപ എടുത്തിരിക്കുന്നത്. നമുക്ക് 100 രൂപ ഇടാം. ഇതിങ്ങനെ ചുരുട്ടിയിട്ട് ഇടാനുള്ള സ്പേസാണ് ഈ റൗണ്ട്. അപ്പം നമുക്കൊരു 100 രൂപ ഐശ്വര്യമായിട്ട് ഇടാം. എന്നിട്ട് ഞാനിപ്പോൾ ഒരു സ്കെച്ചാണ് എടുത്തേക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല സ്കെച്ച് ഇതിനകത്ത് വർക്കാവുമെന്ന് തോന്നുന്നില്ല. വർക്കായില്ലെങ്കിൽ നമുക്ക് നാളെ തന്നെ ഒരു എന്താ പറയുക പെർമനൻറ്റ് മാർക്കർ മേടിച്ചിട്ട് മാറ്റാം. ഇപ്പം ഞാൻ 100 രൂപ ഇട്ട് ഞാനിപ്പോൾ ഒരു 100 രൂപ കട്ട് ചെയ്താണ്. കുഴപ്പമില്ല, ഒരു 100 രൂപ മാർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇത് അത്ര വിസിബിൾ അല്ല, പക്ഷെ നമുക്ക് നാളെ ഒരു പെർമനൻറ്റ് മാർക്കർ മേടിച്ചിട്ട് സെറ്റാക്കാം. സോ ദിസ് ഈസ് അൺബോക്സിങ് വീഡിയോ. ഹോപ്പ് യു ഗൈസ് എൻജോയ് മൈ വീഡിയോ. നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയുക സമ്പാദ്യശീലം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഗൈസ് നിങ്ങളും സമ്പാദിക്കും, നമ്മൾ പണിയെടുത്തിട്ട് കാര്യമില്ല. ഈയിടെ പോയ മലേഷ്യൻ ട്രിപ്പ് ആണെങ്കിൽ പോലും എൻ്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ 1 രൂപ ഇല്ലാണ്ടാണ് ട്രിപ്പ് പോയത്. എൻ്റെ കയ്യിൽ 1 രൂപയില്ല. ഞാൻ 2 ബാങ്കിൽ നിന്ന് കടമെടുത്തിട്ടാണ് മലേഷ്യൻ ട്രിപ്പ് പോയത്. ഇനി ഞാനൊരു 6-5 മാസം കഷ്ടപ്പെട്ട് പണിയെടുത്താലേ ഞാൻ ആ കടം എനിക്ക് വീട്ടാൻ പറ്റുള്ളൂ. പക്ഷേ അതിനുപരി ഞാൻ മലേഷ്യ കണ്ടു, ഞാൻ അങ്ങനത്തെ ട്രിപ്പ് പോയി, എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് പോയി. എൻ്റെ ഒരു ഗോളായിരുന്നു എൻ്റെ 2025 ഫസ്റ്റ് ഫ്ലൈറ്റ് പോകുക എന്നുള്ളത്. ഫസ്റ്റ് ഫ്ലൈറ്റ് പോയി, ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് പോയി. പൈസ കടം നമുക്ക് എന്തായാലും പണിയെടുത്ത കടം ഉണ്ടാകും. അപ്പോൾ കുറച്ച് കൂടിയതേ ഉള്ളൂ. അത് നമുക്ക് ദൈവം നമുക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്, നമുക്ക് പണിയെടുത്ത് വീട്ടാവുന്നതേ ഉള്ളൂ. ഇതും അതേപോലത്തെ ഒന്നാണ്. ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ട്രിപ്പ് പോകുക, അല്ലെങ്കിൽ എന്താണെന്ന് ചെയ്യാം, വാട്ടെവർ. ഫ്യൂച്ചർ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ ഗൈസ് നിങ്ങൾ ഇതുപോലെ ഓർഡറൊക്കെ ചെയ്ത് പൈസയൊക്കെ സേവ് ചെയ്യുക. സോ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് മൈ വീഡിയോ. ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.